അധ്യായം 37. കീർത്തിയെ ഉറക്കിയ ശേഷം സഞ്ജുവിന്റെ അടുത്തെത്തിയ വരുൺ സഞ്ജുവുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു. വരുൺ കീർത്തിയുമായി പ്രണയത്തിലാണെന്ന് തെളിവ് സഹിതം കാണിച്ചു തരാമെന്ന് സഞ്ജു വരുണിനെ വെല്ലുവിളിക്കുന്നു. എടാ, ഉറക്കപ്പിച്ചിലാണെന്ന് വെച്ച് വായി തോന്നിയത് വിളിച്ചു പറയാൻ നിക്കല്ലേട്ടോ. നിന്റെ പരിപ്പ് ഞാനും എടുക്കും. ആടാ, എനിക്ക് ഉറക്കപ്പിച്ച് തന്നെയാ, അല്ലാതെ ഞാൻ പറയുന്നത് സത്യമല്ല. നിന്റെ കണ്ണിൽ അവളോടുള്ള പ്രേമം ഞാൻ കണ്ടതാ. ഓക്കെ, അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? വരുൺ ചോദിക്കുന്ന ഭാവത്തിൽ സഞ്ജുവിനെ നോക്കി. സഞ്ജു സംസാരം തുടർന്നു. ഇന്ന് തന്നെ അവളെ കാണാതെ പോയ സമയം നീ പരിക്ക് പറ്റിയിരുന്നിട്ടും നീ അവളെ അന്വേഷിച്ച് പോകാനായിട്ട് ഇറങ്ങി. ഞാൻ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വേദന സഹിച്ച് അവളെ അന്വേഷിച്ച് നേരിട്ട് പോകാനുള്ള കാരണം എന്താ? അത് പറ. അതവള് എന്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തന്നെയാ. പിന്നെ അവള് വാശി പിടിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാനല്ലാതെ വേറെ ആര് എന്ത് പറഞ്ഞാലും കേൾക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആ പ്രശ്നം ഒഴിവാക്കാൻ ഞാൻ നേരിട്ട് പോകാൻ തീരുമാനിച്ചു. സോ വാട്ട്? ഇനി എന്താ നിന്റെ പ്രശ്നം? വരുൺ പറയുന്നത് കേട്ട് സഞ്ജുവിന് ആകെ വിറഞ്ഞു കയറി. അവൻ പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ, സാറ് വലിയ മഹാമനസ്കനാണല്ലോ. ഭാര്യയെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നോക്കണം. ശരിയാ, ഒന്ന് പോടാ. ഇതിലും വലിയ ഗുണ്ടകളെ ഒതുക്കി നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് വന്നിട്ടിട്ടില്ലേ ഞാൻ? എനിക്ക് നിന്റെ കീർത്തി ബാലികേറാ മലയാണല്ലോ. സമ്മതിച്ചു രാജാവ്, സമ്മതിച്ചു. ചേടാ, കീർത്തിയും ഗുണ്ടകളും ഒരുപോലെയാണോ? അവളെ അങ്ങനെയൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല സഞ്ജു. ഷീസ് മൈ വൈഫ്, യു നോ. ഓ, വൈഫിനോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഭർത്താവ് ഇങ്ങനെ തന്നെ വേണം. ഇനി ഇത് പറ, വെള്ളമടിച്ച് അവൾ ഇത്രയും അലമ്പ് കാട്ടിയിട്ടും അവള് പറയുന്ന താളത്തിൽ തുള്ളുകായിരുന്നല്ലോ സാർ ഇത്രയും നേരം. അതെന്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതൊന്ന് പറഞ്ഞു തരാൻ സൗകര്യം ഉണ്ടാവോ? വെള്ളമടിച്ച് കോൺ തെറ്റി കിടക്കുന്ന ഒരാളെ പിന്നെ ചട്ടം പഠിപ്പിക്കാൻ പറ്റുമോ പൊട്ട? ബോധമില്ലാത്തത് കൊണ്ടല്ലേ അലമ്പാവുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ പോയല്ലോ ബോധം കെട്ടവന്. വരുണും സഞ്ജുവും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ പോലെ വഴക്കിടാൻ തുടങ്ങി. ഡോക്ടർ മാധവ് വന്നപ്പോഴും അവർക്കിടയിൽ ഇതേ തർക്കം തന്നെയായിരുന്നു. ഡോക്ടറെ കണ്ടതും സഞ്ജു വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റിയ ആളെ കിട്ടിയല്ലോ. ഇദ്ദേഹം പറയുമ്പോ എല്ലാം പക്കയായിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ നിന്റെ സംശയം തീർക്കാൻ വരണേ. ഡോക്ടർ, എന്റെ ഈ ഡൗട്ട് ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം നോക്കുന്നത് എപ്പോഴാ? ഒന്നുകിൽ അയാളുടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കണം. അപ്പോ സ്വാഭാവികമായും കെയർ ചെയ്യണം. അത് അവന്റെ ഡ്യൂട്ടി ആണെന്ന ബോധം ഉണ്ടാവും. ഇനി അങ്ങനെയല്ലാതെ നോക്കുന്നത് സ്വന്തം ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ പ്രണയിക്കുന്ന പെണ്ണിനെ. അല്ല സഞ്ജു, എന്താ ഇപ്പൊ ഇങ്ങനെയൊരു ഡൗട്ട്? ഞാൻ പറയാം ഡോക്ടർ. സഞ്ജു 2 മിനിറ്റിൽ അവിടെ നടന്നതൊക്കെ ഡോക്ടറോട് പറഞ്ഞു. വരുണിന്റെ കീർത്തിയോടുള്ള അടുപ്പത്തിനെ കുറിച്ചുള്ള അവന്റെ നിഗമനങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞതും ഡോക്ടറും സഞ്ജു പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ വരുണിന് അപ്പോഴും അത് വിശ്വസിക്കാനായില്ല. അങ്ങനെയൊന്നുമില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ അയാൾ ആവർത്തിച്ചു ശ്രമിച്ചു. എന്നാൽ ഡോക്ടർ മാധവ് വരുണിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഡോക്ടർ മാധവ് മേനോൻ സിറ്റിയിലെ അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധനായിരുന്നു. സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തന്റെ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിനെ 5 വർഷമായി വരുൺ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. വരുണിന്റെ സ്വഭാവത്തിനെ പറ്റി വ്യക്തമായ ധാരണയുള്ള അദ്ദേഹം സഞ്ജു പറഞ്ഞത് ശരിയാണെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ തന്നെ പോലെ ഒരാൾ പ്രണയത്തിലാകുമെന്ന സത്യം വരുണിന് അംഗീകരിക്കാനായില്ല. അവൻ നിരാശയോടെ സോഫയിലിരുന്നു. ഡോക്ടർ മാധവ് അവന്റെ മുന്നിലേക്കിരുന്നു. സഞ്ജു അവന്റെ സൈഡിലും സ്ഥാനം പിടിച്ചു. വരുൺ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് ഡോക്ടറെ നോക്കി. അപ്പൊ ഡോക്ടറിനും സഞ്ജുവിന്റെ അതേ അഭിപ്രായം തന്നെയാണ് അല്ലേ? വരുൺ അയാളെ കൂർപ്പിച്ചു നോക്കി. ഡോക്ടർ അതേ എന്ന ഭാവത്തിൽ തലയാട്ടി. സോറി ഡോക്ടർ, ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിന്റെ അസുഖം മാറുന്നതിനെ പറ്റി ആലോചിക്കേ വേണ്ട അല്ലേ? നിങ്ങളുടെ അറിവിനെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ എന്റെ കാര്യത്തിൽ നിങ്ങളുടെ കണ്ടെത്തൽ തീർത്തും തെറ്റാണ്. ഒരു കാര്യം സത്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളതിനെ പ്രണയം എന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അത് 100% തെറ്റാണെന്ന ബോധം എനിക്കുണ്ട്. നിന്റെ കണ്ടെത്തലും തെറ്റാണ് സഞ്ജു. എനിക്ക് ഫീൽ ചെയ്യാത്ത ഒന്നിനെ ഞാൻ എങ്ങനെ പ്രണയം എന്ന് പറയും? ഇറ്റ്സ് നോട്ട് പോസിബിൾ. വരുൺ സഞ്ജുവിനെ നോക്കി ഡോക്ടർ മേനോന്റെ ഫീസ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ മിസ്റ്റർ ഡോക്ടർ മേനോൻ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ സമയം നോക്കാതെ വന്നതിന് താങ്ക്സ്. സീ യു.
ഡോക്ടർ മേനോന് വരുണിന്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു. അയാളും വരുണിനെ പോലെ പെട്ടെന്ന് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരാളായിരുന്നില്ല. അയാൾ വരുണിന്റെ വാക്കുകളെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം തനിക്ക് ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളെ കാണുന്ന അന്ന് മുതൽ നിങ്ങളൊരു ഏകാഗിയാണ്. സഞ്ജു അല്ലാതെ മറ്റൊരാളോട് നിങ്ങൾ ഇതുവരെയും അടുത്തിടപഴകിയിട്ടുണ്ടാവില്ല. ഒരാൾ ഒഴിച്ച്. ആ ഒരാൾ നിങ്ങളുടെ ഭാര്യ കീർത്തിയാണ്. അവളുമായി നിങ്ങൾ പ്രണയത്തിലായിട്ടുണ്ട് എന്നതിന് വേറെ എന്തെങ്കിലും തെളിവുകൾ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലായ പോയിന്റുകൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡോക്ടർ പറയുന്നത് വരുൺ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി വിടുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ വരുണിനോട് അയാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു. സി മിസ്റ്റർ വരുൺ, ഞാൻ നിങ്ങളോട് ഏതാനും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ അതിന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം സത്യസന്ധതയോടെ മറച്ചു വെക്കാതെ പറയുക. ഓക്കെ? വരുൺ സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടി. സഞ്ജുവിനാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ഡോക്ടർ തന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തു. എന്നിട്ട് സ്വിച്ച് ഓഫ് ആക്കി മാറ്റിവെച്ച് വരുണിനോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിച്ചു. മിസ്റ്റർ വരുൺ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഈ ഇടയായി നിർബന്ധിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ അഭ്യർത്ഥന പ്രകാരം നിങ്ങൾ എടുത്ത ഏതെങ്കിലും തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അതായത് അവൾ മനഃപൂർവ്വം ഇത് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു എന്നല്ല, എന്നാൽ അവളുടെ സന്തോഷത്തിനായി നിങ്ങൾ സ്വയം മാറുന്നത് പോലെ വല്ലതും നടന്നിട്ടുണ്ടോ? കീർത്തി വരുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? അതോ അവൾ വന്നതിന് ശേഷം നിങ്ങൾ ഉപേക്ഷിച്ച എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? വരുൺ അപ്പോഴും ഡോക്ടർ മേനോന്റെ ചോദ്യങ്ങൾ മനസ്സിൽ വിശകലനം ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനുത്തരം പറയാൻ സഞ്ജുവിന് ചിന്തിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. അവൻ ഡോക്ടറോടായി പറഞ്ഞു, ഇതൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ ഡോക്ടർ? കീർത്തി വന്നതിന് ശേഷം ഇവൻ അടിമുടി മാറ്റങ്ങളാ. ഇവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ഇഷ്ടത്തോടെ ചെയ്യാൻ ഇവൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, കളർഫുൾ ആയതൊന്നും ഇഷ്ടമില്ലാത്ത ഇവൻ അവന്റെ ഭാര്യ കൊണ്ടുവന്ന ഒരു കളർഫുൾ പെയിന്റിംഗ് സ്വന്തം റൂമില് സ്വന്തം കൈകൊണ്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തം മാസ്കിന്റെ മോഡൽ വരെയും അവൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. മുൻപത്തെ വരുൺ ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ കീർത്തി വന്നതിന് ശേഷമുള്ള വരുൺ ഇങ്ങനെയൊക്കെയാണ്. ടഫ് വരുൺ ഇപ്പോ സോഫ്റ്റ് വരുണാണ്. സഞ്ജുവിന്റെ ഈ വിശദീകരണം ഡോക്ടർ മേനോന് ചിരി വരുത്തി. വരുണിന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ഡോക്ടർ തന്റെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കാൻ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അസ്വസ്ഥയാവുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കാറില്ലേ? പിന്നില്ലാതെ അവൾക്ക് വേണ്ടി പറക്കാൻ വരെ ഇവൻ ഇപ്പൊ റെഡിയാണ്. ഞങ്ങൾ ഒരിക്കൽ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ പോയിരുന്നു. അവിടെ നിൽക്കുമ്പോ കീർത്തി ഒരു മെസ്സേജ് അയച്ചു, വരുൺ ഐ മിസ് യു എന്ന്. അത് കണ്ടതും ആ പ്രൊജക്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ മാന്യൻ എന്നെയും കൂട്ടി രാത്രിക്ക് രാത്രി വിമാനം കയറി. കീർത്തിയെ നേരിട്ട് കാണുന്നത് വരെ പിന്നെ അവന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. സഞ്ജുവിന്റെ പറച്ചിലിന് വരുണിന്റെ അതെ എന്നുള്ള തലയാട്ടലായിരുന്നു മറുപടി. സഞ്ജു പറഞ്ഞത് സത്യം തന്നെ എന്ന രീതിയിൽ അവൻ ഡോക്ടർ മേനോനെ നോക്കി. അയാൾ തന്റെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് വേർപിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? അവളിൽ നിന്നും വേർപെട്ടു എന്ന് തോന്നൽ നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടോ? നിങ്ങളെ കൂടാതെ മറ്റേതെങ്കിലും വ്യക്തിയുമായി അവർ വൈകാരികമായി അടുപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാകാറുണ്ടോ? ഇത്തവണ ചോദ്യം കേട്ടതും സഞ്ജു ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൻ ആ ചിരിയോടെ തന്നെ വരുണിനെ നോക്കി. എന്നിട്ട് പറയാൻ തുടങ്ങി. വരുണിൽ അസൂയ എന്നൊരു വികാരം ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചത് തന്നെ കീർത്തി വന്നതിന് ശേഷമാണ്. അവളോട് ഞാൻ പോലും ക്ലോസ് ആയി ഇടപെടുന്നത് ഇവൻ എരിച്ചിലാണ്. ഇതിലേറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, കീർത്തിയെ ട്രെയിനിങ് ചെയ്യിക്കാൻ ഒരാളെ ഇവൻ അപ്പോയിന്റ് ചെയ്തു. കീർത്തിയാണെങ്കിൽ അവനെ കുറിച്ച് ഇവന്റെ മുന്നിൽ പൊക്കി പറയാൻ തുടങ്ങി. അത് സാറിന് ദഹിച്ചില്ല. അവനെ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയതാ. പിന്നെ അവൻ ഗേ ആണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് സമാധാനത്തിലായതാണ്. അവന്റെ കീർത്തി അവനപ്പുറം വേറെ ആരെയും നോക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും വരുണിന് ഇഷ്ടമല്ല. സഞ്ജു പറഞ്ഞത് കേട്ടതും ഡോക്ടർ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. മിസ്റ്റർ സഞ്ജു, നിങ്ങൾ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞ ഞാൻ എങ്ങനെ വരുണിനെ കുറിച്ച് മനസ്സിലാക്കും? ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണക്കാരെ പോലെ വരുണിനും ഈ വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. നിങ്ങളുടെ മറുപടിയിൽ നിന്ന് വരുണിന് കീർത്തിയോട് ഇഷ്ടമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷേ
ഈ ഉത്തരങ്ങളെല്ലാം വരുണിന്റെ വായിൽ നിന്നും കേൾക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇനിയെങ്കിലും നിങ്ങളൊന്നും മിണ്ടാതെ ഇരുന്നാൽ നന്നായിരുന്നു. ഡോക്ടറുടെ വഴക്ക് കേട്ടതും സഞ്ജു നിശബ്ദനായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ആലോചിച്ചിരിക്കുകയായിരുന്നു വരുൺ. ഡോക്ടർ മേനോൻ അവന് നേരെ തിരിഞ്ഞ് അയാളുടെ അവസാന ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. മിസ്റ്റർ വരുൺ, ഇതെന്റെ അവസാന ചോദ്യമാണ്. ഈ ചോദ്യത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കീർത്തിയിൽ നിന്ന് വേർപിരിയുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? അവരിൽ നിന്നുള്ള വേർപിരിയലിനെ കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങൾ അസ്വസ്ഥനാകാറുണ്ടോ? ഏത് വിധേനയും അവരെ എന്നേക്കുമായി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനായി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? സഞ്ജുവിന് വീണ്ടും എന്തോ പറയാൻ തോന്നിയെങ്കിലും ഡോക്ടർ മേനോന്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവൻ മിണ്ടാതെയിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് തുടർന്നു. മിസ്റ്റർ വരുൺ, കീർത്തിക്ക് വേണ്ടി ഈ ലോകത്തോട് മുഴുവൻ പോരാടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അവൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അവളുമായി പ്രണയത്തിലാണ് എന്നെനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ കഴിയും. ഡോക്ടർ മേനോൻ തന്റെ സംസാരം അവസാനിപ്പിച്ച് നിശബ്ദനായി. പക്ഷേ അയാളുടെ വാക്കുകൾ വരുണിന്റെ ചെവികളിൽ വളരെ നേരം പ്രതിധ്വനിച്ചു. വരുണിന് ഡോക്ടർ പറഞ്ഞത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും തികച്ചും സത്യവും വരുണിന്റെ അവസ്ഥ അതിന് അനുയോജ്യവുമാണ്. ഇതെല്ലാം വരുണിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞത് ഇപ്പോ തെളിയിച്ചു കഴിഞ്ഞു. സോ ഇനി എനിക്ക് പോവാലോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. See you then. വരുൺ അയാൾക്ക് യാത്രാനുമതി കൊടുത്ത ശേഷം കണ്ണുകൾ അടച്ച് സോഫയിലേക്ക് ചാരിക്കിടന്നു. ഡോക്ടർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് നിങ്ങളോട് പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഡോക്ടർ സഞ്ജു പറഞ്ഞതിനെ തലയാട്ടി സമ്മതിച്ചു. വാതിലടച്ച് പുറത്തേക്കിറങ്ങി. അയാൾ പുറത്തേക്ക് പോയതും സഞ്ജു വരുണിന്റെ മുന്നിലിരുന്നു. എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ലുക്ക് മിസ്റ്റർ റോമിയോ, താങ്കൾക്ക് പ്രണയ രോഗമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് കീർത്തിയുമായുള്ള ഭാവി പരിപാടി എന്താ ഇയാളുടെ പ്ലാൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. സഞ്ജു തന്റെ കൈ മുറിവിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. വരുൺ, നീ മറന്നതാണെങ്കിൽ ഞാൻ നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. നീ കീർത്തിയുമായി ഒരു കരാറിലാണ് ജീവിക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ കരാറിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് കീർത്തി നിന്നെ വിവാഹം കഴിച്ച് 1 വർഷത്തിനുള്ളിൽ നിനക്കൊരു കുഞ്ഞിനെ തരുമെന്നും അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും പിരിയുമെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം കീർത്തി എവിടെ പോകുന്നു എന്നത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങളുടെ സ്വത്ത് വകകളിൽ കീർത്തിക്ക് യാതൊരു അവകാശവും ചോദിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ കീർത്തിയെ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിന്റെ പ്രണയത്തിന് ഈ നിബന്ധനകൾ ഒന്നും തന്നെ ബാധകമല്ല. കീർത്തിക്കൊപ്പം ഏത് വഴിയാണ് നീ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? അടുക്കാനാണോ അതോ അകലാനോ? ഇറ്റ്സ് യുവർ ചോയ്സ്. ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കോ. സഞ്ജു എഴുന്നേറ്റ് വരുണിന്റെ തോളിൽ തട്ടി പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ആലോചിച്ചു. ഞാൻ പോയി ഡോക്ടർ മേനോനുമായിട്ട് ഒന്ന് പേഴ്സണലായി സംസാരിച്ചിട്ട് വരാം. ഓക്കെ? ഇത്രയും പറഞ്ഞ് വരുണിനെ ആ വലിയ മുറിയിൽ തനിച്ചാക്കി സഞ്ജു പുറത്തേക്കിറങ്ങി. ഹാളിൽ ഡോക്ടർ മേനോൻ സഞ്ജുവിനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിനെ കണ്ടതും അയാൾ എഴുന്നേറ്റു. അവന്റെ അടുത്തേക്ക് ചെന്നു. സഞ്ജു അയാളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവൻ അതീവ ഗൗരവത്തോടെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, വരുണിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവനിലെ മാറ്റങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണല്ലോ. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന നിർവികാരത കീർത്തിയുടെ വരവോടെ ഇല്ലാതായി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവൻ ബെറ്റർ ആയില്ലേ? സഞ്ജു, നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 5 വർഷമായി ഞാൻ വരുണിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വരുണിൽ നിന്ന് ഈ വരുണിലേക്കുള്ള മാറ്റം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഇത്ര കാലം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് കേവലം ഒരു പെൺകുട്ടി 2-3 മാസം കൊണ്ട് നടത്തിയെടുത്തു എന്ന് പറഞ്ഞത് എനിക്ക് ശരിക്കും അത്ഭുതം തന്നെ. വരണ്ടുണങ്ങിപ്പോയ വരുണിന്റെ ജീവിതത്തില് ഇപ്പോ ഒരു വസന്തകാലം വന്നതുപോലെയുള്ളൊരു ഫീലാണ്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ എനിക്കിത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കീർത്തി അവനോടൊപ്പം ഉള്ളിടത്തോളം കാലം ഈ മാറ്റം അവനിൽ സംഭവിക്കും. എന്നാൽ ആ പെൺകുട്ടി വരുണിനെ വിട്ടുപോകുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ എനിക്ക് പോലും കഴിയില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. തന്റെ സംസാരം അവസാനിപ്പിച്ച് ഡോക്ടർ മേനോൻ സഞ്ജുവിനോട് യാത്ര പറഞ്ഞു പോയി. സഞ്ജു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി അവിടെ ഒറ്റയ്ക്ക് നിന്നു. കീർത്തിക്ക് ശേഷം വരുണിന് എന്ത് സംഭവിക്കും? വരുൺ തന്റെ പ്രണയം അംഗീകരിക്കാൻ തയ്യാറാകുമോ? കീർത്തി വരുണിന്റെ പ്രണയം സ്വീകരിക്കുമോ?